നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 1 PM ന്യൂസിലേക്ക് വിശദമായി. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികളും വൻ ട്വിസ്റ്റുകളും. തിരുവനന്തപുരം പാങ്ങോട് SDPI പിന്തുണയോടെ UDF അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി. LDF-നും UDF-നും 7 വീതം സീറ്റുകളുള്ള പഞ്ചായത്തിൽ 3 SDPI അംഗങ്ങൾ UDF-ന് വോട്ട് ചെയ്തു. നാവായിക്കുളം പഞ്ചായത്തിൽ ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലീം മാലിക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ സംസ്ഥാനത്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വലിയ ടെസ്റ്റുകളുണ്ട്. തിരുവനന്തപുരത്തും ആ നിലയിൽ പല സ്ഥലങ്ങളിലും അട്ടിമറിയും അവസാന നിമിഷം ടോസിലൂടെയൊക്കെയുള്ള വിജയമൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 പഞ്ചായത്തുകളാണ്, ഒന്ന് പാങ്ങോട് പഞ്ചായത്തും ഒന്ന് നാവായിക്കുളം പഞ്ചായത്തും. പാങ്ങോട് പഞ്ചായത്തിൽ UDF-ന്റെ S ഗീതയാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം SDPIയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. SDPIയുടെ പിന്തുണയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ രാജിവെക്കണമെന്നുള്ളത് KPCCയുടെ തന്നെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഇതുവരെയും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഇരു മുന്നണികൾക്കും വെൽഫെയർ പാർട്ടി UDF പിന്തുണയോടുകൂടി അവിടെ മത്സരിച്ച് ജയിച്ചിരുന്നു. അങ്ങനെ LDF-നും UDF-നും 7 വീതം സീറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം SDPIക്ക് 3 സീറ്റും ഉണ്ടായിരുന്നു. ആ 3 സീറ്റുകളിൽ 3 പേരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടുകൂടിയാണ് നറുക്കെടുപ്പിന് അവസരമൊരുങ്ങാതെ തന്നെ UDF-ലെ S ഗീത പ്രസിഡന്റ് ആയത്. അതിന് പിന്നാലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾ പ്രാദേശികമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. രാജി ഉടൻ തന്നെ വെക്കണം എന്നുള്ള ആവശ്യമാണ്. പക്ഷേ അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ചർച്ച നടക്കുകയാണ്. LDF പഞ്ചായത്തിന് പുറത്ത് പ്രതിഷേധവുമായും രംഗത്തെത്തിയിട്ടുണ്ട്. വർഗീയവാദികളുടെ കൂട്ടുപിടിച്ചാണ് പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചത് എന്നുള്ളതാണ് LDF പറയുന്നത്. UDF പറയുന്നത് അത് പിന്നീട് വലിയ ദോഷം ചെയ്യും, അതുകൊണ്ട് രാജിവെക്കണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ആലോചന ഇപ്പോഴും നടക്കുകയാണ്. നാവായിക്കുളം പഞ്ചായത്തിലാണ് ഏറ്റവും വലിയ ടെസ്റ്റ്, ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ ടെസ്റ്റ് സംഭവിച്ചത്. കാരണം ഇരട്ടി ഭൂരിപക്ഷമായിരുന്നു UDF-ന് ആ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന തരത്തിൽ 24 അംഗങ്ങളുള്ള പഞ്ചായത്തിലെ 12 സീറ്റ് UDF-നും 6 വീതം സീറ്റുകൾ LDF-ഉം BJP-യുമാണ് ജയിച്ചത്. പക്ഷേ എന്നിട്ടും അവിടെ UDF-ന് ഭരണം പിടിക്കാനായില്ല. UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് UDF-നെ തന്നെ ഞെട്ടിച്ചത്. അത്തരത്തിലൊരു തിരിച്ചടി UDF അവിടെ പ്രതീക്ഷിച്ചിരുന്നതല്ല. LDF പിന്തുണയോടുകൂടി കോൺഗ്രസിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ച ആസിഫ് കടയിലാണ് അവിടെ പ്രസിഡന്റ് ആകുന്നത്. അവിടുത്തെ ഗ്രൂപ്പ് തർക്കമാണ് ആ വിധത്തിലേക്കുള്ള ഒരു അട്ടിമറിക്ക് വഴിയൊരുങ്ങിയത്. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 2.5 വർഷം ജിഹാദ്, രണ്ടാമത്തെ 2.5 വർഷം കുടവൂർ നിസാം എന്നിവരെയായിരുന്നു ജില്ലാ നേതൃത്വം അവിടെ പ്രസിഡന്റായി തീരുമാനിച്ചത്. ഇത് അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ആസിഫ് കടയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. LDF-ലെ 6 അംഗങ്ങളും ഒപ്പം UDF-ലെ 4 അംഗങ്ങളും ആസിഫ് കടയിലിന് വോട്ട് ചെയ്തു. അതോടുകൂടി 10 വോട്ടുകൾ ആസിഫ് കടയിലിന് ലഭിച്ചപ്പോൾ 8 വോട്ടുകൾ മാത്രമാണ് 12 സീറ്റ് വിജയിച്ച UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇതോടുകൂടിയാണ് LDF പിന്തുണയിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആസിഫ് കടയിൽ അവിടെ പ്രസിഡന്റ് ആകുന്നത്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സാബു എബ്രഹാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാര്യം ഇപ്പോൾ കാസർഗോഡ് ബ്യൂറോ അറിയിക്കുന്നുണ്ട്. കുറ്റിക്കോട് ഡിവിഷനിൽ നിന്നാണ് LDF പ്രതിനിധിയായ സാബു എബ്രഹാം തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്രതീക്ഷിത ട്വിസ്റ്റിൽ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് തട്ടകമായ മുണ്ടേരി 40 വർഷമായി LDF ആണ് ഭരിച്ചിരുന്നത്. ക്ലൈമാക്സിൽ മുണ്ടേരി കൈപിടിച്ച് കോണി കയറി. 22 അംഗങ്ങളുടെ പഞ്ചായത്തിൽ LDF-നും UDF-നുമുള്ളത് 11 അംഗങ്ങൾ വീതം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയെങ്കിലും വോട്ടെടുപ്പിൽ തന്നെ തീരുമാനമായി. LDF അംഗത്തിന്റെ ഒരു വോട്ട് അസാധുവായതോടെ UDF സ്ഥാനാർത്ഥി CK റസീന തെരഞ്ഞെടുക്കപ്പെട്ടു. 4 പതിറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് മുണ്ടേരി. KK രാഗേഷിന്റെ സഹോദര ഭാര്യയെ സ്വന്തം വാർഡിൽ മത്സരിപ്പിച്ചെങ്കിലും നേരത്തെ പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണവും നഷ്ടമായത്. അതേസമയം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് LDF നിലനിർത്തി. നറുക്കെടുപ്പിലൂടെ CPIM-ലെ KV ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് കുര്യനും ചുമതലയേറ്റു. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി അംഗങ്ങൾ ആരും പഞ്ചായത്തിൽ എത്താത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. ആകെയുള്ള 19 സീറ്റുകളിൽ LDF-നും UDF-നും 9ഉം NDAയ്ക്ക് 1ഉമാണ് കക്ഷിനില. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് കാർത്തിയായനിയെ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. എന്നാൽ 2 ദിവസം മുൻപ് ഉഷ N നായരെ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത ശക്തമായത്. കാർത്തിയായനിക്കും ഉഷ N നായർക്കും വേണ്ടിയുണ്ടായ തർക്കം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് UDF അംഗങ്ങൾ എത്തിയില്ല.
ഉഷായൻ നായർ പഞ്ചായത്തിൽ എത്തിയെങ്കിലും ഹാളിനകത്തേക്ക് പ്രവേശിക്കാതെ മടങ്ങി. ആരെയും പിന്തുണയ്ക്കില്ലെന്ന് തീരുമാനിച്ച NDA അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFന്റെ 9 അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി എത്തിയെങ്കിലും ക്വാറം തികയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടെ NDA അംഗം ഇറങ്ങിപ്പോയത് കോൺഗ്രസ് BJP ധാരണയുടെ പുറത്തെന്ന് CPIM ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇവിടെ എല്ലാ കാലത്തും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDFും BJPയും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ UDFൽ ആശയക്കുഴപ്പം തുടരുകയാണ്. 24 കാസർഗോഡ്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഭരണം പിടിച്ച് IDF LDF സഖ്യം. 60 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ഭരണം നഷ്ടമായി. മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് സഖ്യം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. CPIM വിമതയുടെ പിന്തുണയിലാണ് വിജയം. ആകെ 18 സീറ്റുള്ള പെരിങ്ങോട്ടുകുറിശിയിൽ UDFന് 7, LDFന് 5, IDFന് 3, 2 NDA, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കോൺഗ്രസിൽ നിന്നകന്ന് LDF പിന്തുണയോടെ മത്സരരംഗത്തിറങ്ങിയ മുൻ DCC പ്രസിഡന്റിന്റെ IDF LDFുമായി സഹകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ വിമതയുടെ നിലപാട് നിർണായകമായി. തുടർന്നാണ് 8ാം വാർഡിൽ നിന്ന് വിജയിച്ച ഗ്രീഷ്മ IDF LDF മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ പെരിങ്ങോട്ടുകുറിശിയുടെ ഭരണം 60 വർഷത്തിനു ശേഷം കോൺഗ്രസിന് നഷ്ടമായി. ഇത്രയും വർഷത്തെ ഭരണം ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകുമെന്ന് AV ഗോപിനാഥ്. CPIMന്റെ AP പ്രമോദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പിന്തുണ നൽകിയ CPIM വിമത ഗ്രീഷ്മ വൈസ് പ്രസിഡന്റാകും. 24 പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി D മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ചോദ്യം ചെയ്തത് D മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് SIT നീക്കം. SITയോട് സഹകരിക്കാത്ത നിലപാടാണ് തമിഴ്നാട് പോലീസ് സ്വീകരിക്കുന്നത്. അതിനിടെ നിരപരാധിയെന്ന് ആവർത്തിച്ച D മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും D മണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് SIT. എന്നാൽ SITയെ സഹായിക്കാൻ നിയോഗിച്ച തമിഴ്നാട് പോലീസ് ഇന്നലെ വൈകിട്ടോടെ പിന്മാറി. ഇന്നും അന്വേഷണത്തോട് ഡിണ്ടിഗൽ പോലീസ് സഹകരിക്കുന്നില്ലെന്നാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടുന്നത് തുടർന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും D മണി പറഞ്ഞു. சாதாரண ஒரு ஃபேமிலி எதுக்கு வராங்க நானும் மீடியாவில் இருக்கேன் கேட்டா எதுக்காக என்கிட்ட வராங்கன்னு தெரியல. 20 வருஷமா ஆட்டோ ஓட்டினேன். நான் இன்னும் பெருசாலாம் சம்பாதிக்கல. யாருமே தெரியாது பிரதர். எனக்கு தெரியுமான்னு கேட்க சொல்லுங்க. நான் ஒரு சாமானிய ஆள் ஏடா, நான் சூசைட் பண்ணி செத்துருவேன். ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നതിൽ SITക്ക് പരിമിതിയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല. ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിന്റെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ പറഞ്ഞ D മണി. D മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. D മണി പറഞ്ഞത് മുഴുവൻ കളവാണെന്നും ചോദ്യം ചെയ്തത് D മണിയെ തന്നെയാണെന്നും പോലീസ് സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. മണി ഉപയോഗിക്കുന്ന 3 നമ്പറും മറ്റുള്ളവരുടെ പേരിലുള്ളവയാണ്. SIT ചോദ്യം ചെയ്തത് താൻ കണ്ട D മണിയെ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവാസി വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. D മണിയുടെ സഹായി ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിഗ്രഹക്കടത്തിന് ഇയാളാണ് ഇടനിലനിന്നതെന്നാണ് SITക്ക് ലഭിച്ച വിവരം. ശ്രീകൃഷ്ണനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തള്ളി ജില്ലാ ഘടകങ്ങൾ. സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കുമെതിരായ ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായി എന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിനായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ CPIM ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിലാണ് ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ന്യൂനപക്ഷ ധ്രുവീകരണവുമില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യ വിലയിരുത്തലിനെ ജില്ലാ ഘടകങ്ങൾ തിരുത്തുന്നത്. പ്രാദേശികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഏതാണ്ട് എല്ലാ ജില്ലാ ഘടകങ്ങളുടെയും കണ്ടെത്തൽ. 10 കൊല്ലമായി ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരിനോട് ചില വിഷയങ്ങളിൽ എതിർപ്പുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക നൽകുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇതിലും തീവ്രമായനെന്നാണ് ജില്ലാ കമ്മിറ്റികൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സ്ഥിരമായി LDF ഭരിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക ഭരണകൂടം കൊണ്ടുള്ള എതിർപ്പും ഫലത്തിൽ പ്രതിഫലിച്ചതായി ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും തോൽവിയിൽ പങ്കുവച്ചതായാണ് ജില്ലാ ഘടകങ്ങളുടെ കണ്ടെത്തൽ. ക്ഷേത്ര നഗരികളിൽ തോൽവിയുണ്ടായില്ലെങ്കിലും മറ്റു മേഖലകളിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി.
ന്യൂനപക്ഷ വോട്ടുകൾ മുന്നണിക്ക് അനുകൂലമായും പ്രതികൂലമായും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നിഗമനം. ന്യൂനപക്ഷ വോട്ടുകൾ പ്രതികൂലമായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഫലത്തിലും എറണാകുളത്തെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫലത്തിലും പ്രതിഫലിച്ചെന്നാണ് കണ്ടെത്തൽ. സംഘടനാ ദൗർബല്യങ്ങൾ മൂലം എതിർപ്രചാരണങ്ങളെ മറികടക്കാനായില്ലെന്നും ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ അന്തിമ നിഗമനത്തിലെത്തും. ശബരിമല പോലെ തിരിച്ചടിയായ കാരണങ്ങളിൽ തിരുത്തൽ ക്യാമ്പയിനുകളും തീരുമാനിക്കും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ വലിയ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനം. 3 ടേം വ്യവസ്ഥ വഴി മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന മുഴുവൻ സീറ്റുകളും പുതുമുഖങ്ങൾക്ക് നൽകും. വനിതകൾക്കും 1-ൽ കൂടുതൽ സീറ്റ് നൽകിയേക്കും. ടേം വ്യവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെന്ന പൊതുവിലയിരുത്തലിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകാര്യരായ പുതുമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാൻ ലീഗ് നീക്കം. 3 ടേം പൂർത്തിയാക്കിയ മുഴുവൻ പേരും മാറി നിൽക്കേണ്ടി വരില്ലെങ്കിലും പകുതിയോളം പേരെങ്കിലും മാറി നിൽക്കേണ്ടി വരും. മുതിർന്ന നേതാക്കൾ മാറുന്ന സീറ്റുകൾ യൂത്ത് ലീഗ്, വനിതാ ലീഗ് നേതാക്കൾക്ക് നൽകാനാണ് ധാരണ. താനൂരിൽ കഴിഞ്ഞ തവണ അടിപതറിയ PK ഫിറോസിനെ കൊണ്ടോട്ടിയിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. മലപ്പുറത്ത് PM സാദിഖ് അലി മത്സരിച്ചേക്കും. MK മുനീർ മത്സരിക്കുന്നുണ്ടെങ്കിൽ കൊടുവള്ളിയിൽ നിന്ന് മാറി പഴയ തട്ടകമായ കോഴിക്കോട് സൗത്തിലായിരിക്കും മത്സരിക്കുക. അങ്ങനെയെങ്കിൽ മുൻ MLA VM ഉമ്മർ മാസ്റ്റർ കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാകും. മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്ന മുജീബ് കാടേരിക്ക് വിജയസാധ്യതയുള്ള ജില്ലയിൽ തന്നെയുള്ള സീറ്റ് നൽകണമെന്ന ആവശ്യം ശക്തമാണ്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, MA സമദ്, TP അഷ്റഫ് അലി, ഷാഫി ചാലിയം എന്നിവരെയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. വനിതാ ലീഗിനും ഇത്തവണ അർഹമായ പ്രാതിനിധ്യം നൽകും. കുൽസു ടീച്ചർ, സുഹറ മമ്പാട്, നൂർബിന റഷീദ് എന്നിവരെ പരിഗണിക്കാനാണ് സാധ്യത. കോങ്ങാടും പട്ടാമ്പിയും വെച്ചുമാറുകയാണെങ്കിൽ PK നവാസിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. UDFൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനും മുസ്ലിം ലീഗിന് മേൽ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ട്. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്. 1 PM ന്യൂസിലേക്ക് തിരികെ. എറണാകുളം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDFന്റെ അപ്രതീക്ഷിത നീക്കം. 2020 പിന്തുണയോടെ വടവുകോട് പഞ്ചായത്തിൽ UDF ഭരണം നേടി. ചേന്ദമംഗലം പഞ്ചായത്തിൽ CPIM വിമതന്റെ പിന്തുണയോടെ UDF ഭരണത്തിലെത്തി. ക്വാറം തികയാത്തതിനെ തുടർന്ന് വെങ്ങോല പഞ്ചായത്തിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റി. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് UDF 2020 അപ്രതീക്ഷിത സഖ്യം രൂപപ്പെട്ടത്. LDF 8, UDF 7, 2020 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വോട്ടെടുപ്പിൽ 2 2020 അംഗങ്ങൾ UDFനൊപ്പം നിന്നു. ഇതോടെ UDFന്റെ റെജി തോമസ് പ്രസിഡന്റായി. ചേന്നമംഗലം പഞ്ചായത്തിൽ CPIM വിമതന്റെ പിന്തുണയോടെ UDFന്റെ ഹരിദാസ് പ്രസിഡന്റായി. മുൻ CPIM അംഗമായ ഫസൽ റഹ്മാനാണ് UDFനായി വോട്ട് ചെയ്തത്. ജില്ലയിൽ 4 ഇടങ്ങളിൽ നറുക്കെടുപ്പിലൂടെയാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിലും പോത്താനിക്കാട് പഞ്ചായത്തിലും LDFും പുതുർക്ക പഞ്ചായത്തിൽ 2020യും ഭരണം നേടി. ഞാറക്കൽ പഞ്ചായത്തിൽ ടോസിംഗിൽ UDF ഭരണം നേടി. അവസാന നിമിഷം ധാരണയുണ്ടാക്കി കുന്നത്തുനാട്ടിൽ കോൺഗ്രസിന്റെ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗിന്റെ ശ്യാമള സുരേഷാണ് വൈസ് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പാമ്പാക്കുട ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ KG രാധാകൃഷ്ണനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ജില്ലയിൽ ആകെയുള്ള 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ഇടങ്ങളിൽ UDFും ഒരെണ്ണത്തിൽ LDFും ഭരണത്തിലേറി. കോറം തികയാത്തതിനെ തുടർന്ന് വെങ്ങോല പഞ്ചായത്തിലെ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. 24, കൊച്ചി. BJP UDF കൂട്ടുകെട്ടിൽ കുമരകത്ത് LDFന് തുടർഭരണം നഷ്ടമായി. സീറ്റുകൾ തുല്യമായതിനെ തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ UDF സ്വതന്ത്രൻ വിജയിച്ചു. ക്വാറം തികയാത്തതിനെ തുടർന്ന് എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 8 സീറ്റുകളുടെ വ്യക്തമായ മേൽക്കൈയിൽ കുമരകം പഞ്ചായത്തിൽ തുടർഭരണ സാധ്യതയുമായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ 5 സീറ്റുകൾ ഉള്ള UDFനെ പിന്തുണച്ച് BJP രംഗത്തെത്തിയതോടെ കളം മാറി. ഇരുപക്ഷത്തും 8 പേർ വന്നതോടെ നറുക്കെടുപ്പിൽ UDF സ്വതന്ത്രൻ AP ഗോപി പ്രസിഡന്റായി. തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയ രഹസ്യധാരണയുടെ ബാക്കി പത്രമെന്ന് LDFന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും അത്തരം ഒരു കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പരസ്യമായിട്ട് ഇത്തരമൊരു രംഗത്തേക്ക് വരും എന്ന് കുമരകത്തെ ജനങ്ങളാകും കരുതിയിട്ടുണ്ടാവില്ല. ഭരണങ്ങാനം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF ഭരണം പിടിച്ചപ്പോൾ ഭരണകാലത്തും കറുകച്ചാലിലും നറുക്കെടുപ്പ് UDFനെ തുണച്ചു. 14 സീറ്റുകളുടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം UDFന് എരുമേലിയിൽ ഉണ്ടായിരുന്നു. എങ്കിലും പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിരുന്ന പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ജയിക്കാതെ വന്നതോടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. ക്വാറം തികയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് 29-ാം തീയതിയിലേക്ക് മാറ്റി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവികളിൽ UDF വ്യക്തമായ മേൽക്കൈ നേടിയപ്പോൾ പൂഞ്ഞാർ, തെക്കേക്കര, ഐമനം, കിടങ്ങൂർ പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലെത്തി. 24, കോട്ടയം.
മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ. കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്ന N സുബ്രഹ്മണ്യന്റെ പ്രതികരണം. ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യനെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സുബ്രഹ്മണ്യന്റെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ നിലനിർത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തുടർന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും സർക്കാരിനുമെതിരെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ പലതവണ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റത്തിന്റെ വക്കോളമെത്തി. താൻ പോസ്റ്റ് ചെയ്ത 2 ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പം തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് ഇരട്ടത്താപ്പെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. N സുബ്രഹ്മണ്യനെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്നും പ്രവീൺ. N സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ പോലെ, വിളിച്ചാൽ പോലെ വരില്ലേ? എന്തിനാണ് ഈ നടപടി? അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും ചേവായൂർ CI പറഞ്ഞു. 24 കോഴിക്കോട്. N സുബ്രഹ്മണ്യന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് K സുധാകരൻ. സുബ്രഹ്മണ്യൻ കള്ളം പറഞ്ഞിട്ടില്ല, യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കാമെന്ന മിഥ്യാധാരണയാണ് സർക്കാരിനെന്നും K സുധാകരൻ. സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ് ശരി. അദ്ദേഹം ഒരു കളവ് പറഞ്ഞിട്ടില്ല, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ പോലീസിനെ വിനിയോഗിക്കുകയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ ഇതുപോലെ കേസിൽ കുടുക്കി ഒതുക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ മിഥ്യാധാരണയാണ്. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മണ്ഡലപൂജാ ചടങ്ങുകൾ പൂർത്തിയായി. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മകരവിളക്കുത്സവത്തിനായി ഈ മാസം 30-ന് നട തുറക്കും. തീർത്ഥാടനകാലം 41 ദിവസം പൂർത്തീകരിക്കുമ്പോഴാണ് ശബരിമലയിലെ വിശേഷാൽ ചടങ്ങായ മണ്ഡലപൂജ. ഇന്ന് രാവിലെ 10:10-നും 11:30-നും മധ്യേ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ. 11 മണിയോടെ പൂജകൾ പൂർത്തിയാക്കി ദീപാരാധന. തങ്കയങ്കി വിഭൂഷിതമായ അയ്യപ്പ വിഗ്രഹവും വിശേഷാൽ പൂജയും തൊഴാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. മണ്ഡലപൂജ പ്രമാണിച്ച് 9:30-ന് നെയ്യഭിഷേകം പൂർത്തിയാക്കി. മണ്ഡലപൂജയ്ക്ക് ശേഷം 1 മണിവരെ ദർശനം. ദീപാരാധന കഴിയും വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ഭക്തർക്ക് ദർശിക്കാം. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 30-ന് വൈകിട്ട് 5 മണിക്കാകും നട തുറക്കുക. ഇന്ന് രാത്രി ഹരിവരാസനം കേട്ടുറങ്ങുന്ന അയ്യപ്പന് പിന്നെ 3 നാൾ യോഗനിദ്ര. 3-ാം നാൾ ശബരിമലയിൽ നട തുറക്കുമ്പോൾ ഈ മലമുകളിൽ മകരവിളക്കുത്സവത്തിന്റെ ശരണം വിളികൾ മുഴങ്ങുകയായി. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ VS മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. 1PM ന്യൂസിലേക്ക് തിരികെ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDP പിന്തുണയോടെ ജയിച്ച UDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അയിരൂർ പഞ്ചായത്തിൽ LDFും UDFും ഒന്നിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP പുറത്താക്കി സ്വതന്ത്രനെ പ്രസിഡന്റാക്കി. അങ്ങേയറ്റം നാടകീയത നിറഞ്ഞതായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പ്.
കോട്ടാങ്ങൽ പഞ്ചായത്തിൽ 5 സീറ്റ് വീതം നേടി തുല്യതയിലായിരുന്നു UDFും BJPയും. 3 സീറ്റ് നേടിയ SDPI UDFിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 8 വോട്ട് നേടി UDFിന്റെ KV ശ്രീദേവി പ്രസിഡന്റായി. എന്നാൽ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. UDF പിന്തുണ നിരസിച്ചതോടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിരുപാധിക പിന്തുണ ഉണ്ടാകില്ലെന്ന് SDPIയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ SDPI പിന്തുണയോടെ LDF ഭരിച്ച പഞ്ചായത്താണ് കോട്ടാങ്ങൽ. അയിരൂർ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ NDA അട്ടിമറിക്കാൻ LDFും UDFും ഒന്നിച്ചു. 6 സീറ്റ് നേടിയ BJPയെ ഒഴിവാക്കി സ്വതന്ത്രനെ LDFും UDFും പിന്തുണച്ചു. സുരേഷ് കുഴിവേലി പ്രസിഡന്റായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ പഞ്ചായത്തിൽ UDF വിമതനെ LDF പിന്തുണച്ചു. LDF പിന്തുണയോടെ റെനി സനൽ പുറമറ്റം പ്രസിഡന്റായി. നിരണം പഞ്ചായത്തിൽ 2 സ്വതന്ത്രരും UDFിനെ പിന്തുണച്ചു. വള്ളിക്കോട് പഞ്ചായത്തിൽ LDF പ്രതിനിധി UDFിന് വോട്ട് ചെയ്തപ്പോൾ സീതത്തോട്ടിൽ UDFിന്റെ 1 വോട്ട് LDFിന് ലഭിച്ചു. വോട്ട് മാറിക്കുത്തിയത് അറിയാതെ സംഭവിച്ചതെന്ന് വിശദീകരണം. 24 പത്തനംതിട്ട. മലപ്പുറം തിരുവാലിൽ UDFിൽ തർക്കം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന്. ഗൂഗിൾ വിവരങ്ങൾ. അംഗങ്ങളാണ് തിരുവാലി പഞ്ചായത്തിലുള്ളത്. അതിൽ UDFിൽ കോൺഗ്രസിന് 7ഉം മുസ്ലിം ലീഗിന് 4ഉം എന്നതായിരുന്നു കക്ഷിനില. കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം തങ്ങൾക്ക് നൽകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായില്ല. അങ്ങനെയാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല എന്ന് ഇന്നലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ലീഗിന്റെ നേതൃത്വം വിശദമാക്കിയത്. തുടർന്ന് ഇന്ന് പുലർച്ചെയോളം പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കാൻ കോൺഗ്രസ് തയ്യാറാവാതെന്നതോടെ മുസ്ലിം ലീഗ് അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെ വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും LDFിന് പഞ്ചായത്ത് ഭരണം ലഭിക്കുമെന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് കോൺഗ്രസ് അംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് 19 അംഗ ഭരണസമിതിയിൽ 50% അംഗങ്ങൾ പങ്കെടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം. 8 അംഗങ്ങൾ മാത്രമുള്ള LDF അംഗങ്ങൾ മാത്രമാണ് ഇന്ന് എത്തിയത്. അതിനാൽ തന്നെ കോറം തികയാതെ വന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് അടുത്ത വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നൊരു ധാരണ UDFിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പകുതി വർഷം, അതായത് 2.5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ UDF മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാവുകയില്ല എന്നും കോൺഗ്രസുമായി സഹകരിക്കില്ല എന്നുമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നേതൃത്വം പറയുന്നത്. അതിനിടയിൽ തന്നെ, അതായത് നാളെയും മറ്റന്നാളും അവധിയാണ്. 2 ദിവസം ഈ മുന്നണിക്കുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ലീഗ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഒക്കെ പറയുന്നത്. തിരുവാലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഇടപെട്ടതാണ്. ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുകയും പ്രശ്നപരിഹാരം നടത്തണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഇന്നലെ രാത്രി പോലും അതുണ്ടാവാത്ത സാഹചര്യത്തിൽ ലീഗ് പൂർണ്ണമായും വിട്ടുനിന്നു. അങ്ങനെ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണം LDFിലേക്ക് പോകുമെന്ന ഘട്ടം വന്നതോടുകൂടിയാണ് കോൺഗ്രസ് അംഗങ്ങളും മാറി നിൽക്കാൻ തയ്യാറായിട്ടുള്ളത്. ഉന്മേഷ്. ശരി, ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യം, അത് നേതാക്കളുടെ അറിവോടെ എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ സൂരജ് അറിയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ തൃശൂർ DCC കർശന നടപടിക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളുമായി ഇനി ദിൽന മധു ചേരും. നമസ്കാരം.